ഹലോ, അപ്പോൾ നമുക്ക് ഈ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇയർ പുതിയൊരു പ്ലാനിങ്ങോടെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട് ഒരു സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർണർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. വീടിൻ്റെ എവിടെയും നമ്മളിരുന്ന് പഠിക്കാറുണ്ട് അല്ലേ? എന്നാൽ പോലും നമുക്ക് പഠിക്കാനായിട്ട് ഒരു സ്ഥലം, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കറൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ഒരു കറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല വെളിച്ചമുള്ളതും വായുസഞ്ചാരമുള്ളതുമുള്ള അങ്ങനെയുള്ള പ്ലേസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമുക്ക് വന്നിരിക്കുമ്പം തന്നെ ആ മൂഡ് ഓഫ് ആവുന്ന രീതിയിലുള്ളതോ ഒരു പ്ലസൻ്റ് ആയിരിക്കണം നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട സ്ഥലം. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ കടന്നു വരുന്ന പ്ലേസിലും എയർ സർക്കുലേഷൻ ഉള്ള പ്ലേസിലും ആയിരിക്കണം നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി അടഞ്ഞ് മൂടിയ പ്ലേസ് ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കും കേട്ടോ. സ്ഥലപരിമിതി എത്ര തന്നെ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടിരിക്കുന്ന പ്ലേസിൽ കുറച്ച് കാമായിട്ടും അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്ലേസിലായിരിക്കണം. അപ്പോൾ നമുക്ക് വന്നിരിക്കുമ്പം തന്നെ ഒരു ബോറിങ്ങോ അങ്ങനത്തെ ആ ഒരു ചിന്താഗതിയോ ഒന്നും തന്നെ വരത്തില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടിരുന്ന് നമുക്ക് പഠിക്കാനായിട്ടും എഴുതാനായിട്ടും എന്ത് വേണമെങ്കിലും നമ്മുടെ ക്രാഫ്റ്റോ ഡ്രോയിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ സെലക്ട് ചെയ്ത ആ ഒരു മുറി, ആ ഒരു ആ ഒരു മേശ, അതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്ത് വന്നിരുന്ന് പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു പുതുമയുണ്ടാവും. നമ്മൾ ഓരോ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റീവായിട്ട് നമ്മുടേതായിട്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് അടുക്കും ചിട്ടയോടെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് കിട്ടും അല്ലേ? ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠനമുറിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ പഠനത്തെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് നല്ല രീതിയിൽ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു പഠിക്കുന്ന ആ ഒരു ടേബിളിൽ ഒരു വേസ്റ്റ് ബിന്ന്, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൻ്റെ ആ ഒരു റൂമിൻ്റെ സൈഡിൽ ഒരു വേസ്റ്റ് ബിന്ന് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പഠിക്കാനിരിക്കുന്ന ആ ഒരു മുറി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടെ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. ഒരു വേസ്റ്റ് ബിൻ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ താഴെ വലിയ ബിന്നാണെങ്കിൽ ടേബിളിൻ്റെ താഴെ വയ്ക്കുക. ബുക്സുകളും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം തന്നെ അതാത് വയ്ക്കുന്ന പ്ലേസുകളിൽ വളരെ അടുക്കും ചിട്ടയോടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നും തന്നെ വലിച്ചു വാരി ഇടാതെ തന്നെ ടേബിൾ എപ്പോഴും നീറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതുപോലത്തെ കുഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ആ ടേബിളും നമ്മളെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ്, നോട്ട് ബുക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഓരോ വർഷവും നല്ല രീതിയിൽ നല്ല മേക്ക് ഓവറോടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ കിട്ടും. അവിടെ വന്നിരുന്ന് പഠിക്കുമ്പം തന്നെ ഒട്ടും തന്നെ ബോറടിക്കാതെ നമുക്ക് നമ്മുടെ ലോകമാണ് പഠിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഠനമുറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ വന്നിരിക്കുമ്പം തന്നെ ഒട്ടും ബോറടിക്കാതെ തന്നെ നല്ല പുതുമയോടെ നമുക്ക് പുതിയൊരു സ്റ്റാർട്ടിങ്ങോടെ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് വേണ്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും അല്ലേ, ആ ഒരു ഇയർ എൻഡിങ്ങിൽ. അപ്പോൾ അങ്ങനത്തെ വേണ്ടാത്ത ഐറ്റംസ് എല്ലാം തന്നെ നമ്മളൊന്ന് മാറ്റി വയ്ക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് പഠിക്കേണ്ട സ്ഥലം എപ്പോഴും എഴുതേണ്ട സ്ഥലമൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് വയ്ക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ടേബിള്.
നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാനിങ്. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പുതിയൊരു പ്ലാനിങ്ങോടെ നമ്മളൊരു പുതിയൊരു വർഷം സ്കൂളിലോട്ട് കോളേജിലോട്ടൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പുതിയൊരു പ്ലാനിങ്ങോടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പഠിക്കാനായിട്ട് സാധിക്കും, കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ പഠിത്തത്തിൽ ഉയർച്ചയുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ഡയറി എടുത്തിട്ട് നമ്മളതൊന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പാരൻസൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ അവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പോസിറ്റീവ് വൈബോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും പ്ലാൻ ചെയ്ത് തന്നെ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻസിൽ ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ എന്ത് കമൻസുകളാണെങ്കിലും അറിയിക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.